ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. മുട്ട ബജി തയ്യാറാക്കാനായി ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്താൽ മതിയാകും. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടുതലായി ചേർത്ത് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് തന്നെ ലൂസായി പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കുറേശ്ശെയായി ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. കാരണം കൂടുതൽ കട്ടിയായി പോകാനും പാടില്ല, അതുപോലെ തന്നെ കൂടുതൽ ലൂസായി പോകാനും പാടില്ല. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ അളവിൽ തന്നെയാണ് നിങ്ങൾ പൊടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർക്കുന്നത് പാകത്തിലായിരിക്കും. അതല്ല അതിൽ കൂടുതൽ പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് തയ്യാറാക്കേണ്ടത്. ഇതൊരു 6 മുട്ടയ്ക്കുള്ള മാവാണ് കേട്ടോ. 6 മുട്ട എന്ന് പറയുമ്പോൾ ഒരു മുട്ട നമ്മൾ 2ആയി മുറിച്ചെടുക്കും. അപ്പോൾ നമുക്ക് 12 കടികൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ മാവ് അതിന് കറക്റ്റായിരിക്കും. ഇതാ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2ആയി മുറിച്ചെടുക്കാം. ഈ രീതിയിലാവണേ മുറിച്ചെടുക്കേണ്ടത്. ഇനി മുറിച്ചെടുത്ത ഓരോ മുട്ടൻ്റെ മുകളിലേക്കും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്രഷ് കുരുമുളകാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ പാക്കറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പാക്കറ്റ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയുടെ മുകളിലും കുരുമുളക് പൊടി കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് പൊരിച്ചെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഇതുപോലെ ഓരോ പീസ് മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ട മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ സ്പൂണ് വെച്ച് മാവ് ഇതുപോലെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചിട്ട് കൊടുക്കരുത്. അതിൻ്റെ മുകളിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടതൊക്കെ മാവിൽ മിക്സായി പോവും. അതുകൊണ്ട് ഇതുപോലെ മാവ് മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് കോരിയെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ ഉള്ളിലത്തെ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ നമ്മൾ മാവ് മുക്കി ചട്ടിയിലേക്ക് ഇടുന്ന സമയത്ത് ഇത് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് പരന്ന പാത്രമൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണം ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പാത്രമൊക്കെ ആകുമ്പോൾ ഇതേപോലെ 2 3 ഒക്കെ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ. ഏത് പാത്രമായാലും ഇതുപോലെ ഓയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായക്കടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.